ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈമാനു വൽ ഇസ്ലാമു വാഹിദുൻ. ഈമാനും ഇസ്ലാമു ഒന്നാ. എന്നൽ ഇസ്ലാമു ഹുവൽ ഹുളു വൽ ഇൻഖിയാദു. ഇസ്ലാം എന്ന് പറഞ്ഞത് അർത്ഥം താന്നൊടുക്കുക, വഴിപ്പെടുക എന്നൊക്കെ അർത്ഥം. ബിമാന ഖബൂലിൽ അഹ്കാമീൻ. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തു കൊണ്ടുവന്ന എല്ലാ ഹുക്കുമിനെയും സ്വീകരിക്കുക എന്ന അർത്ഥത്തിനിക്കും ലിസാനി വഴിപ്പെട്ടും കൊടുക്കുക. അപ്പോൾ ദാലിക ഹഖീഖത്തു തസ്ദീഖ് അലാ മാ മറ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എന്താ തസ്ദീഖ് പറഞ്ഞതിൻ്റെ ഹഖീഖത്ത് നമ്മൾ പറഞ്ഞില്ലേ, അത് തന്നെയല്ല ഇപ്പോൾ അവിടുത്തെ ഒത്തിരിക്കേണ്ട എത്തിയിട്ടുണ്ടോ. വയ്യുതു കൗലുഹു തആല, അതിന് അള്ളാഹിൻ്റെ കൗല് ബലം നൽകുന്നുണ്ട്. ഫഅഖ്റജ്നാ മൻകാന ഫീഹാ മിനൽ മുഅ്മിനീൻ. ആ ഗ്രാമത്തിലുണ്ടായിരുന്ന എല്ലാവരും നമ്മൾ പുറത്താക്കി മറിച്ചിടാൻ ഒരുങ്ങിയപ്പം ആ ഒരുത്തനാരാൽ മുഅ്മിനീങ്ങളാൽ. അപ്പം ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ കൗമിനെ മറിച്ചിടാൻ ഒരുങ്ങിയപ്പം പറഞ്ഞു അവിടെയുള്ള മുഅ്മിനീങ്ങളൊക്കെ പുറത്താക്കാൻ നമ്മൾ പുറപ്പെടുവിച്ചു പറഞ്ഞു. ഫമാ വജദ്നാ ഫീഹ, അവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ നാട്ടിൽ നമ്മൾ എത്തിച്ചില്ല. വൈറ ബൈത്തിൻ മിനൽ മുസ്ലിമീൻ, ഒരു മുസ്ലിം വീടല്ലാതെ എത്തിച്ചില്ല. ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ വീടാണത്. അവിടെ മിനൽ മുസ്ലിമീന്നും മിനൽ മുഅ്മിനീന്നും പറഞ്ഞിട്ടുണ്ട്. ഒബിൽ ജുംലത്തി ലായസ്യഹു ഷറയിൽ ഹുക്കുമല അഹദീൻ. ചുരുക്കം പറഞ്ഞാൽ ഷറയിൽ ഒരാളെ പറ്റി ഓനെ പറ്റി വിധിക്കാൻ പറ്റൂല. ബി അന്നഹു മുഅ്മിനൂൻ, ഓ മുഅ്മിനാണ് വിധിക്കുക. ഇത് വലൈസമി മുസ്ലിമിൻ, മുസ്ലിം അല്ലേനും മുസ്ലിം അല്ലട്ടോ മുഅ്മിനാണ് എന്ന് വിധി പറയാൻ പറ്റൂല. അതുപോലെ തന്നെ ഔ മുസ്ലിമുൻ വലൈസമി മുഅ്മിനീൻ, ഒരാളെ പറ്റി പറയും മുസ്ലിം ആയിട്ടുള്ളൂ മുഅ്മിനായിട്ടില്ല എന്നറിയാം, അത് പറ്റൂല. അതൊക്കെ ചില ത്വരീഖത്തരക്കൊക്കെ പരിപാടി ഉണ്ട്. നിങ്ങൾ കൂലു അസ്ലം എന്നാ നിങ്ങൾ മുസ്ലിം ആയിട്ടുള്ളൂ അറിയാം നമ്മളെ പറ്റിയൊക്കെ. അതൊക്കെ മുഅ്മിനായിട്ടുള്ളൂ മുസ്ലിമായിട്ടുള്ളൂ മുഅ്മിനായിട്ടില്ല അറിയും. അങ്ങനെയല്ല. അഹ്ലുസുന്ന ജമാഅത്തിൻ്റെ വിശ്വാസപ്രകാരം എല്ലാ മുസ്ലിമും മുഅ്മിനാണ്, എല്ലാ മുഅ്മിനും മുസ്ലിമാണ്. വലാ നാനബി വഹദത്തിഹിമ, ഈമാൻ ഇസ്ലാമും ഒന്നാണെന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. സിവ ഹാദ, നമ്മൾ ഈ പറഞ്ഞതല്ലാതെ. അഥവാ ഒരാളുടെ മേലും മുഅ്മിനെ സാധിക്കാവുമെങ്കിൽ മുസ്ലിമും സാധിക്കാവും, മുസ്ലിമും സാധിക്കണം, മുഅ്മിൻ സാധിക്കാവുന്ന അർത്ഥത്തിലാണ് ഒന്നാണ് പറഞ്ഞത്. വലാഹിറു കലാമിൽ മഷായിഖി, മഷായിഖിന് കലാമിൻ്റെ ലാഹിർ അന്നഹും നിശ്ചയമായിട്ടും അവർ അറാദു ഉദ്ദേശിച്ചത് അഥവാ തഗായിരിഹിമ രണ്ടും വെവ്വേറെ അല്ല എന്നാണ്. ബിമാന അന്നഹു ലാ യൻഫഉമാനിൽ ആഖിരീൻ, ഒരാൾ തൊട്ട് ഈമാൻ മറ്റതും മറ്റതും മുൻഫക്കാവൂല എന്നർത്ഥം. എനിക്ക് ഈമാൻ പുറത്തു പോയിട്ടില്ല, ഇസ്ലാം അവൻ്റെ ഉള്ളിലുണ്ട്. ഇസ്ലാം പുറത്തു പോയിട്ടില്ല, ഈമാനെ പുറത്തു പോയിട്ടുള്ളൂ, ഇസ്ലാം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഇസ്ലാമിന് പുറത്തു പോയിട്ടുള്ളൂ, ഈമാൻ അവിടെ ഉണ്ട്. അങ്ങനെ ഉണ്ടാവില്ല. അല്ലാതെ എന്തുദ്ദേശിച്ചിട്ടില്ല. അല്ലല്ലോ ഇത്തിഹാദ ബി ഹാസബിൽ മഫ്ഹൂമി, മഫ്ഹൂം ഒന്നാം അർത്ഥത്തിൽ നമ്മൾ പറയണമെന്നില്ല. കാരണം ഈമാൻ എന്ന് പറഞ്ഞതിന് മഫ്ഹൂം, ഇസ്ലാം എന്ന മഫ്ഹൂമും രണ്ടും തന്നെയാണ്. കാരണം ഇമാ ദിക്റഫിൽ കിഫായത്ത്, കിഫായത്ത് പറയപ്പെട്ടതിന് വേണ്ടി എന്താണ് മിൻ അന്നൽ ഈമാന, ഈമാൻ എന്ന് പറഞ്ഞാൽ ഹുവ തസ്ദീഖുല്ലാഹി ഫീമ അഖ്ബറ ബിഹി, അള്ളാഹ് എന്നോട് വർത്താനം പറഞ്ഞു അതിലൊക്കെ അള്ളാഹിനെ തസ്ദീഖ് ചെയ്യുക എന്നാണ്. മിന്നവാമിരിഹി വനവാഹിഹി വൽ ഇസ്ലാമു, ഇസ്ലാം എന്ന് പറഞ്ഞതിൻ്റെ മഫ്ഹൂമു ലിംഗിയാദുൽ ഹുലു ഉലി ഉലൂഹിയത്തിഹി, താൻ അള്ളാഹിൻ്റെ ഉഹുലിയത്തിനേക്ക് ഉൾപ്പെട്ടെടുക്കുക, അനുസരിക്കുക എന്നൊക്കെയാണ്. പിന്നെ വദ, ഈ ആശയം ലായ തഹക്കു ഇല്ലാ ബി കബൂലിൽ അംരി വന്നഹി, അത് അള്ളാഹുവിൻ്റെ അമറിന് ഹൗലിയതുകൊണ്ടുണ്ടാവും, അല്ലാതെ ഉണ്ടാവില്ല. അപ്പം എന്ത് മനസ്സിലായി? വല്ല ഈമാനുലായം ഫക്വാനിൽ ഇസ്ലാമി ഹുക്മൻ, ഹുക്മൻ നിൽക്കുന്ന നോക്കുമ്പോൾ ഇസ്ലാമിനെ തൊട്ട് ഈമാൻ ഫക്ക ഒഴിഞ്ഞിക്കൂല എന്ന് മനസ്സിലായി. ഫലാത്ത കയ്യറാനി, അപ്പോൾ രണ്ടും വെവ്വേറെ അല്ലാതെ മനസ്സിലായി. ഒമൻ അസ്ബത്ത തകായുറ, എന്നാൽ രണ്ട് കയ്റാണ് വെവ്വേറെയാണ് സ്ഥാപിതാക്കുന്ന ആളുകൾ യുക്കാലു ലഹു, ഓനോട് ചോദിക്കപ്പെടും മാ ഹുക്കുമൻ ആമന വലം മുസ്ലിം, ഒരാൾ മുഅ്മിനായിട്ട് മുസ്ലിം ആയില്ല അങ്ങനത്തെ അവൻ്റെ ഹുക്കും എന്താണ്? ഔ അസ്ലമ വലം യുഅ്മിൻ, അല്ലെങ്കിൽ മുസ്ലിമായിട്ട് മുഅ്മിനായിട്ട് അവൻ്റെ ഹുക്കും എന്താണ് എന്നാണ് ചോദിക്കപ്പെടും. അങ്ങനെ ചോദിക്കപ്പെടുമ്പോൾ ഫൈൻ അസ്ബത്ത ലി അഹദീമ ഹുക്കുമൻ ലൈസബി സാബിത്തിൻ ലിൽ ആഖിരി, ഒരാൾക്ക് ഹുക്കുമുണ്ടേനും മറ്റൊരു ഇസ്മില്ലേനും അങ്ങനത്തെ ഒന്നുകൂടെ സ്ഥാപിത്താക്കുകയാണെങ്കിൽ, ഒരു ഹുക്കുമ സ്ഥാപിത്താക്കി ആ ഹുക്കും മുസ്ലിമിനുണ്ട് മുഅ്മിനിനില്ല, അല്ലെങ്കിൽ മുഅ്മിനുണ്ട് മുസ്ലിമില്ല, അങ്ങനത്തെ ഹുക്കുമ സ്ഥാപിത്താക്കിയാൽ മിൻഹുമാ മുസ്ലിം മുഅ്മിനിൽ നിന്ന് ഫബിഹ, ആയിക്കോട്ടെ, അതുകൊണ്ട് നമുക്ക് പിടിക്കാം. നിയമത്ത് വളരെ ഉഷാറായി ചെയ്ത്. വയില്ല, അങ്ങനെ സ്ഥാപിത്താക്കാൻ ഈ ചങ്ങയ്ക്ക് കഴിയൂല എങ്കിൽ ഫഖദ് ലഹർ ബുത്തനാർ കൗലിഹി, ഓൻ്റെ കൗലിൻ്റെ ബുത്തന ലാഹിറായില്ലേ. പ്രധാനമാണെങ്കിൽ റിസ്കാരം അത് മുസ്ലിമീങ്കേ നിർബന്ധമുള്ളൂ, മുഅ്മിന് നിർബന്ധമല്ല, അല്ലെങ്കിൽ മുഅ്മിനീങ്കേ നിർബന്ധമുള്ളൂ, മുസ്ലിം നിർബന്ധമല്ല. അങ്ങനത്തെ സംഗതി കൊണ്ടിട്ട് മുസ്ലിമിന് നിർബന്ധമുണ്ട്, മുഅ്മിന് നിർബന്ധമല്ല, അല്ലെങ്കിൽ പിന്നെ മുഅ്മിന് നിർബന്ധമല്ല, മുസ്ലിം നിർബന്ധമുണ്ട്, അങ്ങനൊന്നും കൊണ്ടിട്ട്. ഫൈൻ കീല, പറയപ്പെട്ടാൽ കൗലുഹു തആല, അള്ളാഹ് പറയുന്നുണ്ടല്ലോ. എന്താ അള്ളാഹിൻ്റെ കൗല്? കാലത്തിൽ അറാബു ആമന്ന, അറാബിൽ ആമന്ന എന്ന് പറഞ്ഞു. കുൽ നബി ഓരോട് നിങ്ങൾ പറഞ്ഞില്ലേ ലം തൂമിനു, നിങ്ങൾ മുഅ്മിനായിട്ടില്ല, വലാക്കിൻ കൂലു അസ്ലംന, നിങ്ങൾ അസ്ലംന എന്ന് പറഞ്ഞാൽ മതി. ഈ കൗല് സ്വരീഹൻ,
സ്വരീഹാണല്ലോ തഹക്കീക്കിൽ ഇസ്ലാം ബിദൂനിൽ ഈമാൻ. ഈമാൻ അല്ലാതെ ഇസ്ലാം തഹക്കീക്ക് ചെയ്യാൻ പറ്റും എന്ന് സ്വരീഹാണല്ലോ എന്ന് ചോദിക്കപ്പെട്ടാൽ പോലും നമ്മൾ പറയും മക്കളെ അൽ മുറാദ് ബിഹി, പിന്നെ ഇത് അൽ മുറാദു ബിഹി ഇസ്ലാമോട് ഉദ്ദേശിക്കപ്പെട്ടത് അന്നൽ ഇസ്ലാമൽ മുഅ്തബറ ഫി ശറഈ, ഷറഇൽ ഇത്തിബാർ ചെയ്യപ്പെടുന്ന ഇസ്ലാം ലാ യുജ്ദു ബിദൂനിൽ ഈമാൻ, ഈമാനില്ലാതെ എത്തിക്കപ്പെടൂല എന്നാണ്. ഷറയിൽ പരിഗണിക്കപ്പെടുന്ന ഇസ്ലാം ഉണ്ടല്ലോ അത് ഈമാനില്ലാതെ ഉണ്ടാവില്ല എന്നാണ്. വഹുവ ഫിൽ ആയത്തി, ഇസ്ലാം ഈ ആയത്തിൽ വ്യാലിൽ ഇങ്കിയാദിൽ ലാഹിരി, ലാഹിരിയായ ഇങ്കിയാദിൻ്റെ മാനാക്കാണ്. മിന്നൊരു ഇങ്കിയാദിൽ ബാത്തിനി, ഹൃദയം അനുസരിക്കാതെ. ലാഹിരിയ ഇങ്കിയാദ് ഉണ്ടല്ലോ, മുനാഫിക്കീങ്ങളൊന്നാണ് പറഞ്ഞില്ലേ, ഇന്നക്കല റസൂലുള്ള ആയാദി ഇസ്ലാമാണ്. ഫി മൻസിലത്തിൽ മുത്തലഫിൽ ബി കലിമത്തി ഷഹാദ മിന്നൊരു തസ്ദീഖിൻ ഫി ബാബിൽ ഈമാൻ. ഈമാൻ്റെ ബാബിൽ എന്തില്ല, അവന് തസ്ദീഖൊന്നുമില്ല. ഇങ്ങോട്ട് വെറുതെ നാവുകൊണ്ട് ഇങ്ങനെ ഷാത്തിലും ഇങ്ങനെ ചെല്ലുന്ന ആളുണ്ടല്ലോ, ആ സ്ഥാനത്തുള്ള ലാഹിർ ബാത്തിൽ ഇങ്കിയാദില്ലാതെ ലാഹിറിൽ ഇങ്കിയാദ് മാത്രമുള്ള ആളെ പറ്റിയുള്ള ഇസ്ലാമാണ്. പോലു അസ്ലംന, നമ്മൾ വാളുമ്പോൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ കൽബിൽ ഇങ്ങക്ക് ഈമാനില്ല കേട്ടോ. പിന്നെ ഫൈൻ കീല ചോദിക്കപ്പെട്ടാൽ കൗലുഹു അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹിൻ്റെ കൗലുണ്ട്, അൽ ഇസ്ലാം അൻ തഷ്ഹദ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി വ തുഖീമ സ്വലാത്ത വ തുഅ്തിയ സകാത്ത വ തസൂമ റമളാന വ തഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅ ഇലൈഹി സബീല എന്ന ഈ കൗല് ദലീലാണല്ലോ. അന്നൽ ഇസ്ലാമായിട്ടും ഇസ്ലാം എന്നത് ഹുവൽ അഅ്മാലു, കുറേ കർമ്മങ്ങളാണ്. തസ്ദീഖുൽ ഖൽബി, ഖൽബി തസ്ദീഖല്ല. കുൽനായന്മാരോട് അറിമൽ മുറാദ് എന്ന സമറാത്തിൽ ഇസ്ലാമി അലാമാത്തിഹി, ഇസ്ലാമിൻ്റെ ഫലവും അതിൻ്റെ ലക്ഷണങ്ങളും ദാലിക ഈ ആദി കർമ്മങ്ങളാണ് എന്നർത്ഥം. കമാ കാല അലൈഹി സ്വലാത്തു വസ്സലാം അലി ഖൗമി വഫദു അലൈഹി, റസൂലുള്ളാഹിൻ്റെ മേലിൽ വന്നൊരു സംഘത്തിനോട് റസൂലുള്ള പറഞ്ഞല്ലോ, തദ്റൂന വൽ ഈമാനു ബില്ലാഹി വഹദ, ഏകനാ നിലയിൽ അള്ളാഹിനോട് ഈമാൻ എന്താ നിങ്ങൾക്ക് അറിയോ? ഖാലു അല്ലാഹു റസൂലുഹു അലം. കാലാപ്പ തങ്ങൾ പറഞ്ഞത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി ഇഖാമു സ്വലാത്തി വ ഇതാഉ സകാത്തി വ സിയാമു റമളാൻ. ആണോ തൊഴുത്തു മിനൽ മഗ്നമിൽ ഹംസ, വനിമസത്തിൽ നിന്ന് അഞ്ചിൽ നിന്ന് കൊടുക്കലുമാണ്. ഇതിലിപ്പോൾ എന്താ പറഞ്ഞത്? ഈമാൻ ബില്ലാഹി വഹദ എന്താന്ന് ചോദിച്ചപ്പം ഈ പറഞ്ഞ കർമ്മങ്ങളാണ് പറഞ്ഞത്. മാത്രമല്ല വക്കമാ കാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഈമാൻ ബിൽ സബഈന ശുഅബ, ഈമാൻ എന്ന് പറഞ്ഞത് 70 ചില്ലാന ശാഖയാണ്. അയലഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അദ്നാഹ ഇമാദത്തുൽ അനാനി തരീഖ്, ഏറ്റവും അതിന ഏതാണ്? ഈ വഴിയെ തൊട്ട് കേടിൻ്റെ തീർക്കലുമാണ്. ഏറ്റവും ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കൗലുമാണ് അറിഞ്ഞില്ലേ. അപ്പോൾ ഇതിക്ക് ഇപ്പം എന്ത് മനസ്സിലാവുന്നുണ്ട്? പിന്നെ ഇസ്ലാം എന്ന് പറഞ്ഞത് അങ്ങേപ്പുറത്തൊരു ഹദീസിൽ ഇസ്ലാം എന്ന് പറഞ്ഞതിൻ്റെ നിസ്കാരം നോമ്പുമാണ് എന്ന് വിചാരിച്ച് കാണേണ്ടത് ഈമാനല്ല എന്ന് പറയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈദാ ഉജിദ മിനൽ അബ്ദി, അപ്പോൾ ഒരു അടിമയിൽ നിന്ന് എത്തിക്കപ്പെട്ടാൽ അത്തസ്ദീഖു വൽ ഇഖ്റാർ, ഖൽബിയായ തസ്ദീഖും നാവ് കൊണ്ടുള്ള ഇഖ്റാറും ഒക്കെ എത്തിക്കപ്പെട്ടാൽ സഹലഹു അൻ യഖൂല അന മുഅ്മിൻ, അവനിക്കെന്ത് പറയാൻ പറ്റും? അന മുഅ്മിനുൻ ഹക്കൻ, ഞാൻ മുഅ്മിനാണ് ഹക്കൻ, ഞാൻ ഹക്കാക്കൽ ഹക്കാക്കുന്നു. ലി തഹ്ഖീഖിൽ ഈമാനി ലഹു, കാരണം ഈമാൻ അവന് തഹ്ഖീഖായതിന് വേണ്ടി നാവ് കൊണ്ട് പറയാനുള്ളത് തുറന്ന് പറയുകയും ചെയ്തു, ഖൽബിലാണെങ്കിൽ ഉറപ്പിച്ചും ചെയ്തു. വലാ യംബഗി യഖൂല അന മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ്, അല മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ് എന്നോ പറയൽ അനുയോജ്യമല്ല. ലി അന്നഹു ഇൻകാനിൽ ഷക്കി, രണ്ട് ചാൻസായി ഇന്നിനുള്ളത്. നമുക്ക് ഷക്കിൻ്റെ ഇന്നാണ് കാരണം, അങ്ങനെയാണെങ്കിൽ ബഹുവ കുഫുറുൻ, കുഫറാൻ. എനിക്ക് ഉറപ്പൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ കുഫറാൻ ലാ മഹാല. വൈകാനിൽ തഅദ്ദുബി, ഇനി അല്ല ഒരു അദബ് വായിക്കാൻ നിൽക്കുന്നുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്, അങ്ങനെയാണെങ്കിൽ ഇഹാലത്തിൽ ഉമൂരില മഷിയത്തില്ലാഹി, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ മഷിയത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ടതാണല്ലോ, ആ നിൽക്കൊക്കെ പറഞ്ഞതാണെങ്കിൽ ഔലി ഷക്കിബിൽ ആഖിബത്തി വൽ മആലി, അവസാന ശ്വാസത്തിലും എന്താകും? ആഖിബത്ത് മആൽ എന്നുണ്ടാകും, വരുംകാലത്തും അന്ത്യശ്വാസത്തിലും എന്താകും എന്നതിൻ്റെ ഷക്കുണ്ടായതുകൊണ്ടൊക്കെയാണെങ്കിൽ ലാഫിൽ ആനി, ഈ സമയത്തല്ല കേട്ടോ, വൽ ഹാലി, ഈ സന്ദർഭത്തിലും അല്ല. ഇപ്പം ഞാൻ ശരിക്ക് മുസ്ലിം തന്നെയാണ്, വരുംകാലത്ത് ഞാൻ പിന്നെ ഉദ്വികേട് കൊണ്ട് കേടുന്ന് പോകുമോ എന്ന് ഒരു സക്കുണ്ടാകാമല്ലോ, അങ്ങനെയൊക്കെയാണ് എങ്കിൽ ഔലി തബറുഖ് ബി ദിക്രില്ല, അല്ലെങ്കിൽ ഈ ദിക്ർ ചൊല്ലിങ്ങാണ്ട് ബറക്കത്തെടുക്കാൻ വേണ്ടിയാണെങ്കിൽ
ഔ തബരിയ തസ്കിയത്തി നഫ്സിഹി വൽ ഇജാബി ബിഹാലിഹി, തൻ്റെ ഹാല് കൊണ്ട് പുതുമ കൊള്ളലിനെ ഉപേക്ഷിക്കൂ, അതിനെ തൊട്ട് ഒഴിയുക, അതുപോലെ സ്വന്തം നഫ്സിനെ പരിശുദ്ധമാക്കലിനെ തൊട്ട് ഒഴിയുക എന്ന നിലക്കൊക്കെ ആണ് എങ്കിൽ ഫൽ ഔല തെർക്കുഹു, എന്നാൽ പിന്നെ ഉപേക്ഷിക്കൽ നല്ലതാന്ന് പറഞ്ഞാൽ മതിയോ, കാഫറൊന്നുമില്ല. ഈ ഏത് നിയത്ത് ചെന്നാണെങ്കിലും ഒഴിവാക്കലാണ് നല്ലത്. കാരണം അതിൻ്റെ ബാക്കിൽ വരരുത്, അനമുമിൻ്റെ ബാക്കിൽ എന്ത് യേശൂട്ടരുത്. സംഗതി ഇക്റുള്ളയൊക്കെ തന്നെയാണ്, ഒരു ഇൻഷാല്ലൊരു ദിക്റൊക്കെ തന്നെയാണ്. ആ ദിക്ർ ആയിമ യേശൂട്ടി ചെല്ലരുത്, അത് ഒഴിവാക്കലാണ് നല്ലത്. എന്തുകൊണ്ടത് ഒഴിവാക്കൽ ഔലിയായത്? ലിമ അന്നഹു യൂഹിമു ബിശക്കി, കാരണം അതൊക്കെ ഷക്കിനെ തോന്നിപ്പിക്കുന്നു. ഇവൻ്റെ കൽബിൽ ഓൻ മുമ്പിനാണെന്ന് ഓനെന്നെ ഉറപ്പില്ലേ എന്ന് വരും തോന്നിപ്പിക്കൽ വരുന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവിടെ സൂട്ടാക്കുക നല്ലത്. പിന്നെ വലിഹാദ കാല, അതുകൊണ്ടാണ് മുസന്നിഫ് ഇങ്ങനെ ഇബാറത്തിട്ടത്. വല യംബഗി എന്ന ഇബാറത്തിട്ടത്. ദൂന അൻ യഖൂല ലാ യജൂസു, ലാ യജൂസ് ഒഴിവാക്കിയാണ്ടെന്താ ഇബാറത്തിട്ടത്? വല യംബഗി എന്ന ഇബാറത്തിട്ടത്. പിന്നെ ഇംബിഗ ഇബാറത്തല്ല, അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്ന നിലക്കാവുമ്പോൾ. പിന്നെ ലി അന്നഹു ഇദാ ലം യകുൻ ലി ശക്കി, കാരണം അത് ഷക്കിനിക്കല്ലെങ്കിൽ ഫലാ മാനാലി നഫീൽ ജവാസി, എന്നാൽ പിന്നെ ജായിസ് അല്ല എന്ന് പറയാൻ ഞാനല്ലല്ലോ. കാരണം ലാ യജൂസു പറഞ്ഞാൽ ഹറാമാണ് എന്ന് അർത്ഥം. ജമ്മു ജവാമിൻ്റെ മൊത്തത്തിൽ തന്നെ പറഞ്ഞെന്താണ്? അൽ ജവാസു അദ്മുൽ ഹറജീന, ജവാസ് എന്ന് പറഞ്ഞാൽ കുറ്റമില്ലാതെ എല്ലാത്തിനും പെട്ടു. ഉജൂബും സുന്നത്തും കറാഹത്തും മുബാഹും ഒക്കെ പെടുന്ന സംഗതിയാണ് ഏത്? ജവാസ്. ലൂറിസ്കരിക്കൽ ജായിസാണ്. ഉമ്രക്കോ മാസം ഇടക്കിടക്ക് ഉമ്രക്കോ അതും ജായിസാണ്. ഒക്കെ ജായിസ് തന്നെയാണ്. ഭക്ഷണം കഴിക്കലോ അതും ജായിസാണ്. കിബിലിയിലേക്ക് തുപ്പലോ അതും ജായിസാണ്. ഹറാമല്ലാത്തൊക്കെ എന്താ പറയും? അപ്പോൾ ലാ യജൂസ് പറഞ്ഞാൽ എന്താവും? ഹറാമല്ലാത്ത മറ്റൊന്നും അല്ല, അപ്പം ഹറാമാണ്. അപ്പം ഇപ്പം എന്ത് വരും അർത്ഥം? മുസന്നിഫ് ലാ യജൂസ് അൻ യഖൂല മുഅ്മിനീൻ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് പ്രശ്നം വരും. ഒരേ ഇതൊന്നുമില്ല, അത് ഇങ്ങനെ അപ്പോൾ ഹറാമാന്ന് വരും. അപ്പോൾ വരാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ കൈഫ, എങ്ങനെ ജവാസിൻ്റെ ഫീ ചെയ്യാൻ പറ്റുക? വഖദ് ദഹബ ഇലൈഹി കസീറും മിന സലഫി അത്ത സ്വഹാബത്തി വത്താബഈന, പല സലഫു സ്വാലിഹീങ്ങളും സഹാബത്തും താബീങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളെ ഇതിൻ്റെ ഈ ഇൻഷാ അല്ലാഹയിലേക്ക് പോയിട്ടുണ്ട്. ലൈസ ഹാദാ മിസ്ലു ഖൗലിക അന ഷാബുൻ ഇൻഷാ അല്ലാഹ്, ഇത് ഏതുപോലെയല്ല? അനസാബുൻ ഇൻഷാ അല്ലാഹിനെ പോലെയല്ല. ലിഅന്ന ശബാബ ലൈസ മിനൽ അഫ്ആലിൽ മുക്തസബത്തി, കാരണം യുവത്വം എന്നത് ഒരു അടിമ താൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കർമ്മങ്ങളിൽപ്പെട്ടതല്ല യുവത്വം എന്നത്. ഈമാൻ എന്ന് പറഞ്ഞത് മുക്തസബായ സാധനമാണ്. വലാമിമ്മ യതസവ്വറുൽ ബഖാഉ അലൈഹി ഫിൽ ആഖിറതി, വരുംകാലത്ത് അതിൻ്റെ മേൽ തന്നെ ബാക്കിയാകൽ കോലപ്പെടുന്നപ്പെട്ടതും അല്ല. കുറച്ച് ഞാൻ വൃദ്ധനാവുമല്ലോ. പിന്നെ വൽമആലി, വലാമിമ്മ ഒന്നിലും പെട്ടതല്ല. യഹ്സുലു ബിഹി തസ്കിയത്തുൻ നഫ്സി വൽ ഇജാബ്, അതുകൊണ്ട് നഫ്സിനെ ഒരു തസ്കിയത്ത് ചെയ്യലും ഉള്ളിൽ പുളകം കൊള്ളലും അതൊന്നും ഹാസിലാവുന്നതിൽ പെട്ടതും അല്ലല്ലോ അത്. പിന്നെ ബല്ലെങ്കിലും മിഥില് കൗലിക്ക അന സാഹിദുൻ മുത്തഖിൻ ഇൻഷാ അല്ലാഹ്, അന സാഹിദുൻ മുത്തഖിൻ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ പോലെയാണ്. അല്ല ഇതുപോലെ അന ഷാബുൻ ഇൻഷാ അല്ലാഹിനെ പോലെയല്ല. അപ്പോൾ ദഹബ ബഅദുൽ മുഹഖിഖീന, ബഅദുൽ മുഹഖിഖീങ്ങൾ പോയി ഇലാ അന്നൽ ഹാസിലൽ അബ്ദി, ഒരു അടിമക്ക് ഹാസിലാകുന്നത് ഹു ഹഖീഖത്തു തസ്ദീഖി, അത് ഹഖീഖത്തു തസ്ദീഖാണ്. അല്ലദീ ബിഹി യഖ്റുജു അനിൽ കുഫ്രി, കുഫറിനെ തൊട്ട് പുറപ്പെടുന്ന ആ തസ്ദീഖിൻ്റെ ഏറ്റവും ചുരുങ്ങിയൊരു പടിയ ഹഖീഖത്തുണ്ടല്ലോ, അതാണ്. ലാക്കിൻ തസ്ദീഖു ഫീ നഫ്സിഹി കാബിലുൽ ശിദ്ദത്തി വൽ ലൗഫി, ഫിൻ നഫ്സിൽ തസ്ദീഖ് ഷിദ്ദത്തിനും ലോഫിനെയൊക്കെ സ്വീകരിക്കും. പിന്നെ ഹുസൂലു തസ്ദീഖിൽ കാമില തസ്ദീഖ് ലഭിക്കുക എന്ന് പറഞ്ഞത് എങ്ങനെയുള്ള കാമില തസ്ദീഖാണ്? അൽ മുഞ്ചി, ഒരു മനുഷ്യനെ പൂർണ്ണമായും രക്ഷിക്കുന്ന, അൽ മുഷാരി ഇലൈഹി ബി ഖൗലിഹി തആല, എങ്ങനത്തെ തസ്ദീഖാണ്? അതുകൊണ്ട് അള്ളാഹു ഉഷാർത്താക്കിയിട്ടുണ്ട് അള്ളാഹിൻ്റെ കൗല് കൊണ്ട്, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറത്തും വറിസ്ഖുൻ കരീം എന്ന് അള്ളാഹു പറഞ്ഞ, അതുകൊണ്ട് ഇഷാറത്താക്കിയിരിക്കുന്ന
കാമിലായ തസ്ദീഖിൻ്റെ ഹുസൂല് ഇന്നമാഹു ഫീ മഷിയത്തില്ല, അത് അള്ളാഹുവിൻ്റെ മഷിയത്തിലാണ്. പിന്നെ വലിമ നുക്കില വലമ്മ നുക്കില അൻ ബാദിൽ അഷായിറത്തി, ചില അഷ്അരിയാക്കളെ കൊണ്ട് നക്കൽ ചെയ്യപ്പെട്ടപ്പോൾ എന്ത് അന്നഹു യസിഹു യുക്കാല അന മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ്, അന മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ് പറയാനൊക്കെ പറ്റുമെന്ന് കുഴപ്പമൊന്നുമില്ല. ബിനാൻ അല അന്നൽ ഇബ്റത ഫിൽ ഈമാനിൽ കുഫ്രി സാഅത്തി ഷഖാവത്തി ബിൽ ഖാതിബത്തി, ഈമാനിലും കുഫറിലും വിജയത്തിലും പരാജയത്തിലും ഒക്കെയുള്ള ഇത്തിബാർ ബിൽ ഖാത്തിമ, അവസാന സെക്കൻഡ് കൊണ്ടാണല്ലോ. ഞാൻ ഇപ്പോൾ മുഅ്മിനാണ്, ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? എല്ലാത്തിൻ്റെയും ലാസ്റ്റ് റിസൾട്ട് എപ്പോഴാണ് നോക്കുന്നത്? എപ്പോഴാണ്? ലാസ്റ്റത്തെ സെക്കൻഡല്ലേ. ഇബ്രത്ത് എന്നോട് ഖാത്തിമത്തോണ്ടല്ലേ. ഹത്ത എത്രത്തോളം ഇന്നൽ മുഅ്മിന സഈദ, നിശ്ചയമായിട്ടും വിജയിയായ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ മാതാരൽ ഈമാൻ, ഈമാൻ്റെ മേൽ മരിച്ചവനല്ലേ. വൈകാന തൂല ഉംരിഹി അലൽ കുഫ്രി വൽ ഇസ്യാൻ, ആയുസ് മുഴുക്കയും കുഫറിൻ്റെ മിസ്യാൻ്റെ മേലിലാണെങ്കിൽ തന്നെയും വൈകാനൽ കാഫിറു പിന്നെ വന്നൽ കാഫിറ ഷക്കിയ, അതുപോലെ തന്നെ പരാജിതനായ കാഫിർ കാരണം അവൻ മാതാരിൽ കുഫരി, കുഫറിൻ്റെ മേലിൽ മരിച്ചോനല്ലേ. നഊദു ബില്ലാഹ്. പിന്നെ വൈകാന തൂലവും രിഹീമിനെ അല തസ്ദീഖി വത്താഴത്തി, ജീവിതകാലം മുഴുക്ക തസ്ദീഖും ചെയ്തു താഴത്തൊക്കെ ചെയ്ത് ജീവിച്ച മനുഷ്യനാണെങ്കിലും ഷക്കിയ കാഫിറല്ലേ കാരണം കുഫറിൻ്റെ മേലിൽ ചത്തുപോയവൻ. അലമാ ഉഷീർ അലി ബി കൗലിഹി തആല ഫി ഹഖ് ഇബ്ലീസ്, ഇബ്ലീസിൻ്റെ ഹക്കിൽ അല്ല പറഞ്ഞില്ലേ വകാന മിനൽ കാഫിരീൻ. വബി കൗലി അലൈഹി സ്വലാത്തു വസ്സലാം സഈദു മൻ സഈദ ഫീ ബത്നി ഉമ്മിഹി വശഖിയ്യു മൻ ശഖിയ ഫീ ബത്നി ഉമ്മിഹി, അല്ലേ. ഇങ്ങനെ അശ്അരിയാക്കളെ കൊണ്ട് നഖൽ ചെയ്യപ്പെട്ടപ്പോൾ അശാറ ഇലാ ഇബ്താലി ദാലിക ബി കൗലിഹി, അതിനെ ഇബ്താൽ ചെയ്യുന്നതിലേക്ക് മുസന്നിഫ് കാലുകൊണ്ട് ഇശാറത്താക്കി. വസ്സഈദു ഖദ് യശ്ഖാ വശഖിയ്യു ഖദ് യസ്അദ് എന്ന കൗല് കൊണ്ട് ഇശാറത്താക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സഈദു ഖദ് യശ്ഖാ വശഖിയ്യു ഖദ് യസ്അദു, വിജയി ചിലപ്പോൾ പരാജിതനായി മാറും, പരാജിതൻ ചിലപ്പോൾ വിജയിയുമായി മാറും. അങ്ങനെയാണ് വിജയ് പരാജയാൽ ബയ്യർത്തത ബാദൽ ഈമാനി, ആദ്യം മുഅ്മിൻ അതിൻ്റെ ശേഷം മുർത്തദാവും പോലെ. നഊദു ബില്ലാഹ്. വശഖിയ്യു ഖദ് യസ്അദു, അതെങ്ങനെ? ബിഅൻ യുഅ്മിന ബഅദൽ കുഫ്രി. പിന്നെ വത്തഗ്യീറു യകൂനു അല സആദത്തി വശഖാവത്തി ദൂനൽ ഇസ്ആദി വൽ ഇശ്ഖായി, ഈ മാറ്റം വരുത്തലുണ്ടല്ലോ അത് ഈ സആദത്ത് ഷഖാവത്തിൻ്റെ മേലിൽ മാത്രമേ ഉള്ളൂ. എവിടെയില്ല? ഇസ്ആദ് ഇശ്ഖായിലില്ല. ഇസ്ആദ് ഇശ്ഖായ് അള്ളാൻ്റെ സിഫത്താണ്. അള്ളാൻ്റെ സിഫത്തിൽ ഏതുണ്ടാവില്ല? ഈ തഗ്യീർ ഉണ്ടാവില്ല. അതാ പറയണതാ. വഹുമ, ഈ ഇസ്ആദും ഇശ്ഖാവും അള്ള ചെയ്യുന്ന പണിയാണ്. അത് മീൻ സിഫാത്തില്ല, അത് അള്ളാൻ്റെ സിഫത്തിൽപ്പെട്ടതാണ്. ലിമ അന്നൽ ഇസ്ആദ തക്വീനു സആദ, ഇസ്ആദ് എന്നാൽ സആദത്തിനെ ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. വൽ ഇഷ്ഖാഉ തക്വീനു സഖാവ, അങ്ങനെയാണ്. അത് അള്ളാൻ്റെ പണിയാണ്. അള്ളാൻ്റെ സിഫത്തിലും തഗ്യീർ ഉണ്ടാവില്ല. ഞമ്മക്ക് തഗ്യീർ ഉണ്ടാവും, സആദത്തിൽ നിന്ന് സഖാവിലേക്കും ഷഖാവിൽ നിന്ന് സആദത്തിലേക്കും ഒക്കെ. വലാ തഗ്യീറ അലല്ലാഹി തആല വലാ അലാ സിഫാത്തിഹി, അള്ളാൻ്റെയോ അള്ളാൻ്റെ സിഫാത്തിൻ്റെ മേലിൽ ഏതില്ല? തഗ്യീർ ഉണ്ടാവില്ല. ലിമാ മറ, പണ്ട് നമ്മൾ കഴിഞ്ഞു പോയോ പറഞ്ഞു പോയതിന് വേണ്ടി. അതിൽ മിന്നല്ല കദീമലായിക്കൂനും മഹല്ലിൽ ഹവാദിദി, ഒരു കദീമും ഹവാദിദും മഹല്ലല്ല. വൽഹക്കു, സത്യമുള്ളത് അന്നഹു ലാ ഖിലാഫ ഫിൽ മഅന, മഅനയിൽ ഇപ്പോൾ ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇഷ്കാവും ഷക്കാവും പിന്നെ ഇത് ഇസ്ആദും സആദത്തൊക്കെ ഉണ്ടല്ലോ, അവിടെ വ്യത്യാസപ്പെടുത്താനൊന്നുമില്ല. ലി അന്നഹു ഇൻ ഉരീദ ബിൽ ഈമാനി വസ്സആദ, ഈ വിശ്വസിക്കുക വിജയിക്കുക എന്നോടുള്ള ഉദ്ദേശം മുജറദ് ഉസൂലിൽ മഅന, ആ മഅന കിട്ടിയാൽ മാത്രം എന്നാണ് ഉദ്ദേശിക്കപ്പെട്ടതെങ്കിൽ വവാസിലും ഫിൽ ഹാലി, അതിപ്പോൾ തന്നെ ഉണ്ടല്ലോ. ഇനി വൈനുരീദ ബിഹിമ അത്രത്ത് ബലഹി നജാത്തു അൻ സമറാത്തു, ഏതിൻ്റെ മേലിൽ വിജയവും ഫലങ്ങളും തുടർന്ന് വരുന്നവോ അങ്ങനത്തെ ഒന്നെന്ന് ഉദ്ദേശിക്കപ്പെട്ടതാണെങ്കിലോ ഫൗഹി മഷിയത്തില്ലാഹി, അത് നമുക്കറിയാം അള്ളാഹുവിൻ്റെ മഷിയത്തിലല്ലേ ഉള്ളത്, വിജയാണോ പരാജയമാണോ എന്നുള്ളത്. ലാ ഖത്അ ഫി ഹുസൂലിഹി ഫിൽ ഹാലി, പിന്നെ ഇപ്പം ഉണ്ടോയെന്ന് ഇപ്പം നമുക്കൊരു ഹുസൂൽ നമുക്കൊരു ഉറപ്പൊന്നും ഇപ്പം ഇല്ല. ഫമൻ ഖത്താബിൽ ഹുസൂലി, അപ്പം ഹുസൂൽ കൊണ്ട് കത്ത് ചെയ്ത് പറഞ്ഞ ആളുകൾ അറാദൽ അവല, ഉദ്ദേശിക്കുന്നത് അതിപ്പം ഉണ്ടെന്നുള്ള മാനാക്കും. ഒമൻ ഫളയിൽ മഷിയത്തി, മഷിയത്തുള്ളയിലേക്ക് ഇൻഷാ അല്ലാഹ് പറയാമെന്നൊരു വിഭാഗം പറഞ്ഞില്ലേ, പിന്നെ നമ്മളെ ദീപ്പെട്ട ആൾക്കാർ തന്നെ. ഏത്? അരിക്കപ്പെട്ട ബാദുൽ ആൾക്കാർ തന്നെ ഇൻഷാ അല്ലാഹ് പറയാം, കാരണം നമുക്ക് അവസാനം എന്താവുമെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറയില്ലേ. ആ പറഞ്ഞവർ എങ്ങോട്ടും എന്ത് ചെയ്യണം?
എന്തുദ്ദേശിച്ചു? അറാദ സാനിയ, ഓല് രണ്ടാമത്തെ മാനിയാണ് ഉദ്ദേശിച്ചാൽ മതി. അപ്പോൾ ഇതിനെ പറഞ്ഞു നോക്കുമ്പം അശരിയാക്കളെല്ലാവരും ഒരു പ്രകാരം തന്നെയാണ്. അത് രണ്ട് ടീമില്ല. സുന്നികളൊക്കെ ഒന്ന് തന്നെ. വഫി ഇർസാലി റുസുലി ഹിക്മത്തുൻ. ഞാൻ അടുത്ത മത്തൻ എങ്ങനെയാണ്? മുർസലീങ്ങൾ അയച്ചതിലൊക്കെ എന്തുണ്ട്? ഹിക്മത്തുണ്ട്. പിന്നെ ജംബു റസൂൽ, റസൂൽ എമ്മാണ് റുസുൽ. ഫഊലും മീന റിസാല, റിസാല എന്ന മസ്തറിൽ നിന്ന് പോരുന്ന ഫഊലോസിനാണ് ഏത്? റസൂൽ. വഹിയ സഫാറത്തുൽ അബ്ദി ബൈനല്ലാഹി തആല വ ബൈന ദവിൽ അൽബാബി മിൻ ഖലീഖത്തിഹി. അള്ളാഹുവിൻ്റെ പടപ്പള കൂട്ടത്തിൽ നിന്ന് ബുദ്ധിമാനികൾക്കിടയിലും അള്ളാഹിൻ്റെയും ഇടയിൽ അടിമയുടെ ഒരു അങ്ങും ഇങ്ങുമുള്ള ഒരു പാലാണേത്? ഈ ദൂതന്മാർ, റസൂലീങ്ങൾ. പിന്നെ ലിയുസിഹ ബിഹ, അതുകൊണ്ട് അള്ളാഹ് നീക്കാൻ വേണ്ടി ഇലലഹും, ഇവർക്കുള്ള ഇല്ലത്തുകൾ നീക്കാൻ വേണ്ടി. ഫീമ ഒന്നില് കസറത്ത് ബിഹി ഉഖൂലുഹും, ആ ഒന്നുകൊണ്ട് അവരുടെ ബുദ്ധി കാസിറായി പോയിരിക്കുന്നു. ആ ഒന്നെന്തിനായി? മസാലിഹി ദുനിയാവൽ ആഖിറ, ദുന്യവിയും ഉഖറവിയും മസലത്തിൽ ഈ മനുഷ്യ ബുദ്ധികൾ ഏതിന് കാസിറായി പോയിരിക്കുന്നുവോ അങ്ങനത്തെ ഒന്നിൽ അവർക്കുള്ള ഇല്ലത്തുകൾ നീക്കാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്? ദൗൽബാബാവുന്ന മുർസലീങ്ങൾ ആരല്ല അയച്ചത്. നാളെ മാസരി ചെല്ലുമ്പം അള്ളാഹുവെ ഞാൻ അത് അറിഞ്ഞില്ലേ, ഇനി എന്ത് ചെയ്യരുത്? അത് പറയരുത്. അത് പറഞ്ഞാൽ തിരിനോലാരല്ല ഇതാണ് പറഞ്ഞയച്ചനെ. സെങ്ങിന് മാസാറുണ്ടെന്ന് ചിന്തിച്ചാൽ കിട്ടൂല, ശരി തന്നെയാണ്. ഖബറിൽ ശിക്ഷ ഉണ്ടെന്ന് ആലോചിച്ചാൽ കിട്ടൂല. പക്ഷെ അത് പറഞ്ഞാൽ പറ്റിയ ആൾക്കാരെന്ത് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു നാളെ പറയക്കാൻ വേണ്ടിയിട്ടാണ്. വഖദ് അറഫ്ത, അഞ്ച് മൻറ്റ് പഠിച്ചു പോയിട്ടുണ്ട്. മന റസൂലി നബി, റസൂലി നബിൻ്റെ മന മുമ്പ് പറഞ്ഞു. ഫി സദരി കിതാബി, കിതാബിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കഴിഞ്ഞു പോയി, ഞാൻ പറയുന്നില്ല. ഹിക്മത്തുൻ, ഹിക്മത്തുണ്ട് എന്നതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ മസ്ലഹത്തും ആക്കിബത്തുൻ ഹമീദത്തുൻ, സ്തുത്യർഹമാതായിരിക്കുന്ന ഒരു അന്ത്യഫലവും അതുപോലെ തന്നെ നന്മയൊക്കെ ഉണ്ട് എന്ന ഹിക്മത്തിൻ്റെ മാനട്ടോ. ഒഫി ഹാദ ഇഷാറത്തുൻ, മുസന്നിഫിൻ്റെ ഈ ഇബാറത്തിൽ സൂചന ഉണ്ട്. ഇല അന്നൽ ഇർസാല വാജിബുൻ, അള്ളാഹു ലോകത്തേക്ക് മുർസലീങ്ങളെ വിടൽ വാജിബാണ്. വാജിബാണ് അള്ളാഹ്ക്ക് വാജിബാന്ന് പറഞ്ഞാൽ വാജിബ്, അള്ളാഹ്ക്ക് അങ്ങനെ ഉജൂബൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ വാജിബിൻ്റെ മാന എന്താണ്? ലാബി മാനിൽ വുജൂബി അലല്ലാഹി, അള്ളാഹിൻ്റെ മേൽ ഉജൂബാന്ന മാനാക്കുള്ള വാജിബല്ല. ബൽബിമാന അന്ന ഖളിയത്തിൽ ഹിക്മത്തി, ഹിക്മത്തിൻ്റെ തേട്ടം തക്തലീഹി, ഈ ഉജൂബിനെ തേടുന്നുണ്ട്. ലിമാ ഫീഹി, അത് സ്ഥിരമായ ഒന്നിന് വേണ്ടിയാണെന്നില്ല. മിനൽ ഹിക്കമി, കുറേ ഹിക്മത്തുകളാലും, വൽ മസാലിഹി, പല നന്മകളാലും, വൽ ഇസബി മുംതനീൻ കമാ സാമത്തി സുമനിയത്തുൽ ബറാഹിമിയത്തു, ബറാഹിമത്തും സുമനിയാക്കളും ബാധിച്ച മാതിരി അത് മുംതനിയൊന്നും അല്ല. ഒരാളെ വിടുക എന്നുള്ള ദൂതന്മാരെ അയക്കുക എന്നുള്ള മുംതനിയാണ് അറിഞ്ഞു. അങ്ങനെയൊന്നുമല്ല. എന്നാൽ ഉജൂബ് എന്ന് പറയണോ? ആ അള്ളാഹ്ക്ക് ചെയ്തില്ലെങ്കിൽ അള്ളാഹിനെ വേറെ ആരെന്തെങ്കിലും കാട്ടുന്ന വാനാക്കുള്ള ഉജൂബും ഇല്ല. പിന്നെ ഒരു ഇഷാറത്തുണ്ട്, അള്ള എന്തെങ്കിലും ചെയ്യും എന്നുള്ളതിലേക്ക്. നിർബന്ധമില്ലാത്ത അള്ള ചെയ്യും നമുക്ക് ഉറപ്പുള്ളതുണ്ടല്ലോ. പിന്നെ വലാബി മുംകിനിൻ മുസ്തവി തൊർഫാനി തൊർഫാവു, രണ്ട് തൊർഫ് മുസ്തവിയായ മുംകിനും അല്ല. മഴ പെയ്യും പെയ്യാതിരിക്കുകയും ചെയ്യാന്നാണ്, അതും അല്ല. പിന്നെ കമദാബലിഹി ബാലു തലിമീന, ഓലയിലേക്കാണ് പോയത്. സുമ്മാസാറയില ഉക്കോയിൽ ഇർസാലി വായുദത്തിഹി. പിന്നെ സുമ്മാസാറ ഷർത്താക്കിയില്ല ഉക്കോയി റിസാലത്തി, ഈ റിസാലത്ത് സംഭവിച്ചിട്ടുണ്ട്, സംഭവിക്കാം എന്നല്ല സംഭവിച്ചിട്ടുണ്ട് എന്നതിലേക്കും ഷാറത്താക്കി. ഇപ്പോൾ ഫായിദത്തിഹി, അതെന്തിനാണ് അയക്കണത് ഫായിദയിലേക്കും. ഇപ്പോൾ തരീഖ് സുബൂത്തിഹി, അതിൻ്റെ സാബിത്താകുന്ന വഴി അതിലേക്കും. ഇപ്പോൾ തയ്യീനി ബാലിമൻ സബത്ത് റിസാലത്തുഹു, ഇസാലത്ത് സാബിത്തായിരുന്നു പേരെ നിർണയപ്പെടുത്തുന്നതിലേക്കൊക്കെ മുസന്നിഫ് ഇഷാറത്താക്കി. ഫഖാല, മുസന്നിഫ് പറഞ്ഞു, ഫഖദ് അർസലല്ലാഹു റുസുലൻ, അള്ളാഹ് കുറേ മുർസലീങ്ങൾ അയച്ചിട്ടുണ്ട്. 315 ആൾക്കാരെ അതെല്ലാം അയച്ചിക്കണ്. മിനൽ ബഷരി, അത് മനുഷ്യന്മാരെ കൂട്ടത്തിൽ തന്നെയാണ് അയച്ചത്, മലക്കായിട്ടൊന്നുമല്ല. ഇരൽ ബഷരി, മനുഷ്യരിലേക്ക് തന്നെ അയച്ചു. മുബശ്ശിരീന വമുൻദിരീൻ, മുബശ്ശിരീങ്ങളിലേക്ക് മുൻദിറുമായ നിലയിൽ. മുബശ്ശിരീന എന്ന് പറഞ്ഞാൽ അതിൽ ഈമാൻ താഴ്ത്തി, ഈമാൻ താഴത്തിൻ്റെ അയലുകാർക്ക് തബ്ശീർ ചെയ്തുകൊണ്ട്, ബിൽ ജന്ന സ്വർഗം കൊണ്ട്, വസ്സവാബി സവാബ് കൊണ്ടും, അപ്പോൾ മുന്തിരീന അഹലിൽ കുഫ്രി വല്ലിസിയാൻ, കുഫ്രിസിയാൻ അഹലുകാർക്ക് താക്കീത് ചെയ്തും കൊണ്ടും, പിന്നെ ആര് വല്ലിക്കാബ് നാറിക്കാബ് കൊണ്ടും. ഫൈനദാലിക മിമ്മാല തരീക്കലിൽ അഖലിയിലേക്ക്, കാരണം ഈ കാബ് സവാബ് പോലത്തെ കാര്യങ്ങളിലേക്കൊന്നും ഒരു അഖലിക്ക് ഒരു തരീക്കുമില്ല, ശരിയല്ലേ? അതുകൊണ്ടാണ് അതിന് ആളെ വിട്ടത്. സ്വർഗമുണ്ട്, നരകമുണ്ട്, വൈകാന, ഇനി അങ്ങനെ ഒരാൾക്ക് അങ്ങനെ വഴി ഉണ്ടെങ്കിൽ ഫബി അല്ലാരും ദഖീഖത്തിൻ, അതിന് ദഖീഖായ നളറുകൾ വേണം. ലായത്തയസ്സറു ഇല്ലാലി വാഹിദിൻ വായത വാഹിദിൻ, അത് ഒന്ന് ആലോചിച്ചെടുത്തിട്ട് അടുത്തത് ആലോചിച്ചെടുക്കുക, അങ്ങനല്ലാതെ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ഉണ്ടാക്കിയിരിക്കുന്നവർ ബുദ്ധി ഒരാൾക്കും ഉണ്ടാവില്ല.
മുബയ്യിനീന ലിന്നാസ്, ജനങ്ങൾക്ക് ബയാൻ ചെയ്ത് കൊടുക്കുന്നവരാ നിലയിലും ഹെത്താജുനയിലേഹി, ഞങ്ങൾ എന്തിനൊക്കെ ആവശ്യമുണ്ടോ അങ്ങനെ തോന്നുന്നതിനെ മിന്നു ദുനിയാവദ്ദീ, ദീനി ദുനിയായ കാര്യങ്ങളാൽ. ഫഇന്നഹു തആല ഖലഖൽ ജന്നത വന്നാറ, അള്ളാഹ് സ്വർഗ്ഗം നരകമൊക്കെ പടച്ചു. വഅദ്ദ ഫീഹിമ സവാബൽ ഇഖാബ, അങ്ങോട്ട് അതിലും എന്ത് ചെയ്തു, സവാബ് ഇഖാബൊക്കെ ഒരുക്കി വെച്ചു. തഫാസീലു അഹ്വാലിഹിമ, നരക സ്വർഗത്തിൻ്റെ വിശദീകരണങ്ങളും അവർ തന്നെ സവാബ് ഇഖാബിൻ്റെതായിരിക്കുന്ന തഫ്സീലുകളും തരീഖുൽ ഉസൂലിൽ അവ്വലി അവലിലേക്ക് ചേരാനുള്ള മാർഗവും വലിയ ഹിത്തിറാസി അലി സാനി, പിന്നെ നരകത്തിനത്തോട് രക്ഷപ്പെടാനുള്ള വഴിയും മിമ്മാല യസ്തഖില്ലു ബിഹില്ലാക്കുലു, അത് ബുദ്ധി എന്നതുകൊണ്ട് മുസ്തഖില്ലാവുന്ന അങ്ങനെ തോന്നിൽ പെട്ടത് പെടാത്തിൽപ്പെട്ടതാണ്. ബുദ്ധിയോട് അരിച്ചു കിട്ടാൻ വിട്ടൂല. നരകത്തിൽ ഇപ്പം എന്തൊക്കെ ഉണ്ട്, സ്വർഗ്ഗത്തിൽ എന്തെങ്കിലും ചിന്തിച്ചുണ്ടാക്കാൻ കഴിയൂല. വക്കഥ ഹൽക്കുൽ അജ്സാമിൻ നാഫിയതി വല്ലാറത്തി, ഉപകാരപ്രദമായ ജിസ്മുകളെയും ലൊറുള്ളാക്കുന്ന ജിസ്മുകളെ പടക്കലും ഇങ്ങനെ തന്നെയാണ്. വലം വിജല്ലിലു കൂലി വല്ല വാസിൽ അലിസ്തിഖലാലും അരിഫത്തിയും, അത് രണ്ട് മനസ്സിലാക്കൽ കൊണ്ടുള്ള സ്വയം കഴിവ് ഒരു ഹവാസിനിക്കും മുക്കൂലിനും വന്നു ചെയ്തിട്ടില്ല, പടച്ചിട്ടില്ല. എന്തിലൊക്കെയാണ് ലൊറ്, എന്തിലൊക്കെയാണ് നഫ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനുള്ളത്, അതായിരിക്കുന്ന ഒരു പരമബുദ്ധി എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. അത് മുർസലീങ്ങൾക്ക് വഹ്യ് മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കാൻ മാർഗമുള്ളൂ. പിന്നെ വക്കത പ്രകാരം തന്നെ ജമലുൽ കലായ, കളിയത്തുകളെ നിശ്ചയിക്കൽ അങ്ങനെ തന്നെയാണ്. ഇന്നാലിന് ഫറലാണ്, ഇന്നാലിന് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വേണം, ഇത് രണ്ട് സാക്ഷി വേണം, മറ്റേന് പിന്നെ വേണം, ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് കോടതി വിധികളും കളികളും നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാം ഖുർആനിലുണ്ടല്ലോ, എല്ലാം ഉണ്ട്. 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങളും ആ ഖുർആനിൽ നിന്ന് ഫുള്ള് ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. സ്വഹാബത്തും മറ്റു മുജ്തഹിദീങ്ങളുമായ മഹാന്മാരായ ആളുകളൊക്കെ ഈ ഏതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, മുത്തനബിൻ്റെ ഹദീസുകളിൽ നിന്നും ഖുർആനിൽ കിട്ടിയിട്ടുണ്ട്. ഈ കഥകളാക്കലൊക്കെ ഉണ്ടല്ലോ, പിന്നെ മിൻഹായിൽപ്പെട്ടതാണ് മാഹിയ മുംകിനാത്തുൻ, അതിൽ മുംകിനായതുണ്ട്. ലാ തരീഖ ഇലൽ ജസ്മി ബി അഹദി ജാനിബൈഹി, രണ്ട് മുംകിനാത്തിന് 2 ജാനിബുണ്ടല്ലോ, ആകാം ആകാതിരിക്കാവുന്ന. ആ 2 ജാനിബിൽ നിന്ന് ഒന്നുകൊണ്ട് ജസ്മിയിലേക്ക് യാതൊരു തൊരീക്കുമില്ല, അങ്ങനത്തെ ഒന്നോ കൂട്ടത്തിലുണ്ട്. മിന്ന കലായാൻ്റെ കൂട്ടത്തിലുണ്ട് ഒന്ന് ഹി, അത് വാജിബായതുകൊണ്ട്. ഔ മുത്തനിയാത്തുൻ, അസംഭവ്യമായത് അതും ഉണ്ട്. ലാ യദ്ഹറുൽ അഖ്ലി, ഒരഖ്ലിക്ക് ഒന്ന് ലാഹിറാവൂല ഇല്ലാ ബഅദ നദരിൻ ദായിമിൻ വ ബഹ്സിൻ കാമിലിൻ. അങ്ങനെ ഒരു ഭരണഘടന ഉണ്ടാക്കണമെങ്കിൽ ദായിമായ നദറും കാമിലായ ബഹസും വേണം. എല്ലാ ബുദ്ധിമാനികളെയും കൂട്ടി ബഹസ് ചെയ്തിട്ട് ദായിമായ നദറുണ്ടെങ്കിലേ പറ്റുള്ളൂ. ബിഹൈസു ലൗ ഇസ്തഖലൽ ഇൻസാനു ബിഹി, ഒരു മനുഷ്യനെങ്ങാൻ അതോട് ജോലിയായി ഉണ്ടെങ്കിൽ ലതഅത്തല അക്സറു മസാലിഹി, പിന്നെ ഓന് ലോകത്തൊരു മസലത്തിന് നേരം തന്നെ ഉണ്ടാവില്ല. കാരണം ഒക്കെ നച്ചു പോകും. കാരണം ഓന് തിന്നാനും കുടിച്ചാനും പോയി ഉണ്ടാവില്ല. ഫക്കാന മിൻ ഫദ്ലില്ലാഹി തആല, അപ്പോൾ അള്ളാഹുവിൻ്റെ ഫദ്ലിൽപ്പെട്ടതാണ് റഹ്മത്തിൽപ്പെട്ടതാണ് ഇർസാലു റുസുൽ, മുർസലീങ്ങൾ ലോകത്തുകൾ വിട്ടതിരി ബയാനിതാർക്ക് ബയാൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പണി പറഞ്ഞു. അപ്പോൾ നമുക്ക് പണി പറഞ്ഞു. കാരണം ലോകത്തുള്ള എല്ലാ ബുദ്ധിമാനികളും എല്ലാവരും കൂടി ആലോചിച്ചുണ്ടാക്കിയാൽ ഇവിടുത്തെ വിധിനെ കിട്ടും. നരക സ്വർഗ്ഗം നാലും കിട്ടൂല കേട്ടോ, അതിന് ആരെന്നെ വരണം, മറ്റേ പരലോകത്തെ കാര്യങ്ങൾ വരാൻ പോണ ഒരു വിഷയം പറയാൻ ആരെന്നെ വേണം, ലോകം അവസാനിക്കുന്നുള്ള പറഞ്ഞ് തന്നെ ആരെന്നെ വേണം, മുർസലീങ്ങൾ തന്നെ വരണം. അതേ സ്ഥലത്തിൽ നമ്മളിപ്പോൾ ഇന്ത്യൻ ഭരണഘടന പോലത്തെ ഭരണഘടനയൊക്കെ ഉണ്ടാക്കിയെന്നല്ലോ, ആജാതി ലോകത്തുള്ള എല്ലാവർക്കും കൂടി അന്ത്യനാൾ വരെ വരാൻ പോകുന്നതായിരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് എല്ലാവരും കൂടി ചിന്തിച്ചുണ്ടാക്കുകയൊക്കെ വേണ്ടി വരും. അതിനെ കുത്തുന്നുണ്ടെങ്കിൽ എന്തിനും ഒഴിവുണ്ടാവില്ല, മനുഷ്യന്മാർക്ക് അവനാൻ്റെ അരിയങ്ങാനൊന്നും ഒഴിവുണ്ടാവില്ല. പിന്നെ കമകാലല്ലാഹു തആല മർസൽനായിക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ആലമീങ്ങൾക്ക് ഉള്ള റഹ്മത്തായിട്ട് മാത്രമാണ് നബിയെ നമ്മൾ ഇർസാൽ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും റഹ്മത്താണ് നബിൻ്റെ വരവ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅയ്യദഹും, അംബിയാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തി നൽകി ബിൽ മുഅ്ജിസാത്ത്, മുഅ്ജിസാത്തുകളെ കൊണ്ട്, നാഖിലാത്തിൽ ആദാത്ത്, ആദത്തുകളെ പൊളിച്ചു കളയുന്ന മുഅ്ജിസത്തുകളെ കൊണ്ട്. ജമ്മു മുഅ്ജിസത്തിൻ, മുഅ്ജിസത്തിൻ്റെ എമ്മാണ് മുഅ്ജിസാത്ത്. വഹിയാത് അംറുൻ, അതിൽ കാര്യമാണ്. യൽഹറു ബി ഖിലാഫിൽ ആദത്തി, ആദത്തിന് വിപരീതമായി അത് ലാഹിറാകും. അലാ യദി മുദ്ദഇൻ നുബുവ, നുബുവത്തിനെ വാദിക്കുന്നവരുടെ കഴിവിൻ്റെ മേല്. യദ് പറഞ്ഞാൽ കയ്യെന്ന് അർത്ഥമൊന്നുമില്ല. അപ്പം അതിന് കേൾക്കൽ അസാധാരണമായ കേൾവിയാകാം, അസാധാരണമായ കാഴ്ചയാകാം, അസാധാരണമാതായിരിക്കുന്ന ഗ്രഹണശേഷിയാകാം, അസാധാരണമാതായിരിക്കുന്ന പിന്നെ നടത്തമാകാം, ഒക്കെ ആകാം. അപ്പം യദ് പറഞ്ഞതിനർത്ഥം ഇപ്പം സാധാരണ ഏതും കാര്യങ്ങളും സാധാരണ നടക്കൽ അധികം കൈകളിലൂടെ അല്ലേ, അതുകൊണ്ടാണ് യദ് പറഞ്ഞത്. ഞാൻ ഈ കൈയുടെ വന്നതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈയിൻ്റെ വിരലുകൾക്കിടയിൽ വെള്ളം വന്നിട്ടുണ്ട്, ഇവർ കൈ കൊണ്ട് തടവിയിട്ട് രോഗം മാറിയിട്ടുണ്ട്.
എൻ്റെ കൈയിട്ട് കയ്യുണ്ട്, പക്ഷെ കൈ മാത്രമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കുതിരത്ത് കാരണം മുത്തനബി ഇന്നാലും ഉദ്ദേശിക്കുമ്പോൾ അങ്ങനെ വരും. പിന്നെ മുത്തനബിക്ക് മാത്രമല്ല ഏത് നബി. പിന്നെ ഇന്ത തെഹദ്ദിൽ മുൻകിരീന, നിഷേധകന്മാരെ ഉത്തരത്തിൽ മുട്ടിക്കുമെന്ന് ഉദ്ദേശിക്കുന്ന നേരത്ത്, പിന്നെ അലാ വജിഹിൻ, ഒരു വജിഹിൻ്റെ മേലിൽ യുജിസുൽ മുൻകിരീന, ആ വജിഹ് ആ മുൻകിരീങ്ങളെ അജിസിലാക്കും അനിൽ ഇത്തിയാനി ബിമിസിലിഹി, അതിനോട് മിസിലായതിനെ കൊണ്ടുവരലിനെ തൊട്ട് മുൻകിരീങ്ങളെ അജിസിലാക്കുന്ന വജിഹിൻ്റെ മേലിൽ കൊണ്ടുവരണം. ശരിയല്ലേ? പിന്നെ ഇപ്പോൾ ദാലിക്ക, അതിന് കാരണം എന്തിനാ അങ്ങനെ ഓലിക്ക് വന്നുകാണ്ട് ഞാൻ നബിയെന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ റസൂലാൻ പറഞ്ഞാൽ പോരെ, പിന്നെ ഇപ്പം എന്തിനാ അതിൻ്റെ ദിവസം മുഅ്ജിസത്തിൻ്റെ ആവശ്യം? അതിന് കാരണം ലിഅന്നഹു, നിശ്ചയമായിട്ടും കാര്യം, ലൗലത്ത് ഈദ് ബിൽ മുഅ്ജിസത്തി, മുഅ്ജിസത്ത് കൊണ്ട് ബലം കൊടുക്കൽ ഉണ്ടായിട്ടില്ല എങ്കിൽ ലമാ വജബ ഖബൂൽ ഖൗലിഹി, ഒരാളുടെ വാക്ക് സ്വീകരിക്കൽ നിർബന്ധമല്ല എന്ന് വരും. എന്തായാലല്ലോ ഒരാൾ വന്നുകാണ്ട് ഞാൻ നബിയാണ് നബിയാണ് കാരണം ഓരോരുത്തർ അങ്ങനെ വന്ന് വരാൻ തിരിഞ്ഞാൽ അവിടെ ആർക്കാ പറയാൻ വയ്ക്കാത്തത്? പിന്നെ വലമാ ബാന സാദിഖു ഫീ ദഅവ റിസാലത്തി, റിസാലത്തിനെ വാദിക്കുന്നതിൽ സിദ്ക്ക് പറഞ്ഞവൻ വേർതിരിയില്ല, വെളിവാവൂല. ആരെ തൊട്ട്? അനിൽ കാദിബി, കാദിബിനെ തൊട്ട്. മുസൈലിമത്തുൽ കദ്ദാബ് എന്നാണ് പറഞ്ഞത് ഞാനും നബിയാണ് കാരണം. വഇൻദ ളുഹൂരിൽ മുഅ്ജിസത്തി, ഈ മുഅ്ജിസത്തുകൾ ലാഹിറാകുമ്പോൾ യഹ്സുലുൽ ജസ്മു, നല്ല ദൃഢവിശ്വാസം നിങ്ങൾ ഹാസിലാകും. ബിസിദ്ഖിഹി, ആ ആൾ പറഞ്ഞ സത്യമാണെന്നത് കൊണ്ട്. ബിദരീഖി ജറിയിൽ ആദ, അതെങ്ങേട്ട് ഈ ആദത്ത് ജറിയുൽ ആദത്തിൻ്റെ തരീഖിലൂടെ. എന്താ അള്ളാഹിൻ്റെ ആദത്ത് അറിയാം? ബിഅന്ന അല്ലാഹു തആല യഖ്ലുഖുൽ ഇൽമ ബിസിദ്ഖി അഖീബ ളുഹൂരിൽ മുഅ്ജിസത്തി, ഈ മുഅ്ജിസത്ത് ലാഹിറാകുന്നതിൻ്റെ തൊട്ട് പിന്നിൽ ഇയാൾ പറഞ്ഞത് ശരിയാണെന്നുകൊണ്ടുള്ള ഉറപ്പും അള്ളാഹ് പടക്കുമെന്ന്. അങ്ങനെ അള്ളാഹിൻ്റെ ആദത്ത് അങ്ങനെയാണ്. ഒരാൾ ഒരു കാര്യം കണ്ട് പിന്നെ ആളെ പറ്റി അയാൾ ശരിക്ക് യഥാർത്ഥക്കാരനാണെന്ന് ഉറപ്പിട് വന്നാൽ പിന്നെ അയാളെ ഭരണം എന്താവും? വിശ്വാസം വരും. നമുക്ക് ഒരാര് പറഞ്ഞു വിശ്വാസം വരുന്നത് എന്തുകൊണ്ട്? അയാൾ പറയുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ട വിശ്വാസത്തിൻ്റെ അല്ലേ അവിടെ വിശ്വസിക്കാൻ വരുന്നത്. നമ്മൾ സത്യം തന്നെ പറയുന്ന ഒരാളൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പന്നെന്ന് പറഞ്ഞാലോ നമ്മൾ ശരിയാണെങ്കിലും അല്ല അള്ളാഹു ആരെന്നറിയും. അപ്പോൾ കുട്ടികൾ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഒരു കുട്ടിയാണെങ്കിലും ആ കുട്ടി പറയുന്നത് സത്യം മാത്രം പറഞ്ഞ കുട്ടിയാണെങ്കിൽ അങ്ങാടിയിലൊരു വണ്ടി തട്ടിക്കണ് കാരണം നമ്മളെന്ത് ചെയ്യും? അത് ശരിയാണെന്ന് വിശ്വസിക്കും. എന്നതുപോലെ അള്ളാഹുവിൻ്റെ ആദത്താണ് എന്ത്? മുഅ്ജിസത്ത് ഒരാളുടെ കയ്യിൽ ലാഹിറായി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അതിൻ്റെ ബാക്കിൽ വരുന്നത് എന്തായാലും ഭരണം നാവിലൂടെ വരുന്ന ഹക്കാവുള്ളൂ. വൈങ്കാന അതുമു ഹൽക്കിൽ ഇൽമി മുംകിൻ ഫിന്നഫ്സി, അങ്ങനെ ഇൽമയിൻ്റെ ഉടനെ പടക്കായ്മ എന്ന് പറഞ്ഞത് ഫിന്നഫ്സിൽ മുംകിനാണെങ്കിൽ തന്നെയും അള്ളാഹ് ആദത്തുണ്ട് അങ്ങനെ പടക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ജസ്മു ഹാസിലാണത്. ദാലിക, അതിന് കാരണം ജമാഅത്തി, സംഘത്തിൽ നിന്ന് ജമാഅത്തിൽ നിന്നുള്ള ഒരു സഭയിൽ ഒരാൾ വാദിക്കും പോലെ അന്നഹു റസൂലു ഹാദൽ മലിക്കി, ഞാൻ രാജാവിൻ്റെ ദൂതനാണ് ഇലൈഹിം, നിങ്ങളിലേക്ക്. ഞാൻ ഒരു സദസ്സ് എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ ഇന്ന രാജാവ് വിട്ടതാണ് നിങ്ങളടുത്തേക്ക്. സുമ്മ കാല ലിൽ മലിക്കി എന്നിട്ട് ഈ ദൂതനാണെന്ന് വാദിക്കുന്ന ആൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ, കുന്തു, ഞാനാണെങ്കിൽ സ്വാദിക്കൻ, ഞാൻ താങ്കളുടെ ദൂതനാണെന്ന വാദത്തിൽ സ്വാദിക്കാണെങ്കിൽ ഫഹാരിഫു ആദത്തക്ക, നിങ്ങളുടെ പതിവിന് നിങ്ങൾ വിപരീതം ചെയ്യണം. വക്കും, നിങ്ങൾ എഴുന്നേൽക്കണം. ഈ മക്കാനിക്ക, നിങ്ങളുടെ മക്കാനിൽ നിന്ന് സലാസ മറാത്തിന് 3 തവണ നിങ്ങൾ എണീക്കുക, ഇങ്ങോട്ട് ഇരിക്കുക, പിന്നെ എണീക്കുക, പിന്നെ ഇരിക്കുക, പിന്നെ എണീക്കുക, പിന്നെ ഇരിക്കുക, ഇങ്ങനെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. ഫാല, അതേമാതിരി രാജാവ് അങ്ങ് ചെയ്തു. എന്നാൽ യഹ്സുലുൽ ജമാഅത്തി, ഈ സംഘത്തിനിക്ക് കിട്ടുമല്ലോ എന്ത്? ഇൽമുൻ ലറൂരിയുൻ ആദിയുൻ, ആദിയായ ലറൂരിയായ ഇൽമുകൾക്ക് കിട്ടുമല്ലോ. ബിസിദ്ഖിഹി ഈ മക്കാലത്ത് ഇതിൻ്റെ വാക്യത്താൻ സാധിക്കാണെന്നുകൊണ്ട്. വൈകാനൽ ഗതിബ് മുംകിനും ഫിന്നഫ്സിൽ ഗതിഭാഗം സാധ്യത കണ്ട്. എന്നാൽ തന്നെയും കാരണം ഇന്നൽ ഇംകാന ദാത്തിയ,
ബിദ്ദാത്തുൽ മുംകിനായി ഏത് വിമാന തജ്വീദിൽ അഖിലിയീൻ ബുദ്ധി അനുവദിക്കും എന്ന അർത്ഥത്തിനേക്കുള്ള ദാത്യ ഇംകാനിൽ ആയിനാഫിയത് എതിരല്ല ഉസൂലൽ ഇൽമിൽ ഖത്ഇയ്യ ഇൽമ അസ്ലാലിനോട് എതിരല്ല. ഫിന്നസ്ൽ മുംകിനായ എന്തൊക്കെ മുംകിനായത് ഉണ്ടാവും, അതൊക്കെ അതിന് പിന്നെ എതിരാതൊക്കെ എത്ര ഉറപ്പിച്ച് നമ്മൾ ഒപ്പിച്ചു. കൈൽമിന ഒരു നമ്മൾ ഉറപ്പിക്കും പോലെ ബി അന്ന ജബല ഉഹുദിൻ ഉഹദ് പർവ്വതം ലം യങ്കലിബ് ദഹബൻ അത് സ്വർണ്ണമായി മറിഞ്ഞിട്ടില്ല എന്ന് ഇപ്പം നമുക്ക് എല്ലാം ഉറപ്പിച്ചേക്കുന്നുണ്ട് ഉണ്ടല്ലോ. നമ്മളൊക്കെ ഉറപ്പിച്ചെന്താ ഉഹുദ് പർവ്വതം ഇപ്പം എങ്ങനെയാണ് നിൽക്കുന്നത്, കല്ലും മണ്ണുമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, സ്വർണ്ണമല്ല നമുക്കൊക്കെ ഉറപ്പാണ്. മൈംഖാനി പിന്നെ മൈംഖാനി ബിനഫ്സി സ്വർണ്ണമായി മറിയാൻ എന്തുണ്ട് ഇംകാണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ആരും ഇപ്പം എന്ത് ചെയ്തിട്ടില്ല, പിന്നെ ഉറപ്പില്ലാതെ നിൽക്കണില്ല, നല്ല ഉറപ്പുണ്ട് പർവ്വതം എപ്പോഴും അവിടെ സാധാ പർവ്വതം തന്നെയാണെന്നുള്ളത്. ഫക്കത ഹാഹുന അങ്ങനെ ഇവിടെ അങ്ങനെ തന്നെയാണ്. പിന്നെ വിരൽ തുമ്പുകൾക്കിടയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം വരുത്തിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരലുകൊണ്ട് ഇങ്ങനെ ചൂണ്ടിങ്ങാണ്ട് പിന്നെ ഇതിനെ ചന്ദ്രനായിട്ട് വിളർപ്പാക്കിയ മുത്തുനബി, ആ മുത്തുനബി ഞാൻ അള്ളാൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ ഉറപ്പാണ് വരും. പിന്നെ യഹ്സുലുൽ ഇൽമു ബി സിദ്ഖിഹീൻ ആ വ്യക്തി സാദിക്കാണെന്നുകൊണ്ടുള്ള ഇൽമാണ് സാദിക്കാനാവും. ബി മൂജബിൽ ആദത്തീൻ അത് ആദത്ത് നിർബന്ധാക്കിയതാണ് അങ്ങനെ. പിന്നെ ലിഅന്നഹ അഹദു തുറുഖിൽ ഇൽമിൽ ഖത്ഇയ്യി ഖത്ഇയ്യ ഇൽമിന് പല ത്വരീഖിൽപ്പെട്ട ഒരു ത്വരീഖ് തന്നെയാണ് ഏതും കൽ ഹിസ്സ് പോലെ തന്നെ. ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ സൂര്യനെ കാണുമ്പോൾ അത് സൂര്യനുണ്ട് എന്ന് നമുക്ക് ഉറപ്പുള്ളതുപോലെ ഹിസ്സ് കൊണ്ട് കിട്ടുന്ന പോലുള്ളവർ ഖത്ഇയ്യ ഇൽമ് കിട്ടും. ഫലാഖദൗഫി ദാലിക്കൽ ഇൽമു ദാലിക്കൽ ഇൽമി ആ ഇൽമിൽ കേടുവരുത്തൂല. ഇഹ്തിമാലു ഖൗലി മുഅ്ജിസത്തി മിൻ ഗൈരില്ലാഹി അല്ലാഹ് അല്ലാത്തവരൊക്കെ നിന്ന് മുഅ്ജിസത്ത് ആകാമെന്നൊരു സാധ്യത. ഔ കൗനിഹ ലി ഖറളി തസ്ദീഖി ലാലി ഖറളി തസ്ദീഖി അല്ലെങ്കിൽ തസ്ദീഖിന് ഖറളിന് വേണ്ടി അല്ലാതെ ആകുക എന്ന ഇഹ്തിമാലും അതിനെതിരല്ല. ഔ കൗനിഹ ലി സിദ്ഖി ലി തസ്ദീഖിൽ കാദിബി അല്ലെങ്കിൽ കാദിബിന് തസ്ദീഖിനിക്ക് വേണ്ടി ആകുക എന്ന ഇഹ്തിമാലൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇല്ല ഒരു താലിക്കും ഇഹ്തിമാലാത്തി അത് ഇഹ്തിമാലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞമ്മക്ക് എന്ത് കിട്ടീന്ന് ഉറപ്പ് കിട്ടിയിരിക്കണ്. കമാലായഖദൗഫിൽ ഇൽമിൽ ലറൂരിയ്യൽ ഹിസ്സി അല്ല ഹിസ്സിയ ലറൂയ തരക്കുന്ന ഇൽമിൽ കേടുവരുത്താത്ത മാതിരി എന്തുകൊണ്ടുള്ള ഇൽമ് ബിഹറാറത്തിൻ നാരി തീ ചൂടാണ് എന്നുകൊണ്ടുള്ള ഹിസ്സിയ അപ്പം നമുക്ക് ഉറപ്പാണ് അത് തീ ചൂടാന്നുള്ളത് ഇപ്പം എന്താ നമുക്ക് ഹിസ്സിയായിട്ട് കിട്ടിയ ഇൽമ. അത് ഇൽമിൽ കേടുവരുത്താത്ത മാതിരി ഇംകാനു അതുമിൽ ഹറാറത്ത് ബിന്നാരീൻ തീ ലിന്നാരി നാറിനിക്ക് അതുമിൽ ഹറാറത്ത് എന്ന ഇംകാൻ കേടുവരുത്താത്ത മാതിരി നമുക്കുണ്ടാവുന്ന ആദിയ ലറൂരിയ ഇൽമിൽ ഏത് കേടുവരുത്തൂല, ഈ വിപരീതത്തിൻ്റെ ഇംകാൻ കേടുവരുത്തൂല. ബിമാനഹു ലോ ഖദറ അദ്മുഹാ ലം യജ്ദു മിൻഹു മുഹാലുൻ ലോ ഖദറ ഏതർത്ഥം നമ്മളെ പറഞ്ഞു തരോ, ആ തീയിൻ്റെ ഹറാറത്തില്ലായ്മ കഴിവാന്ന് വിചാരിച്ചു കാണ്ട് ലം യജ്ദു മിൻഹു മുഹാലുൻ അതിനാൽ മുഹാൽ ലാസിമാവൊന്നുമില്ല. ഏത് തീ ഇപ്പം തണുക്കുക എന്നുള്ള ഒരു മുഹാലായ കാര്യമൊന്നും അല്ല എന്നർത്ഥം എനിക്ക് മുംകിനാണ്, മുഹാലല്ല. എൻ്റെ തീയ തണുക്കണേ പത്താം ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീ വീണപ്പോൾ തണുപ്പായില്ലേ, ഒരു ഇംകാൻ അവിടെയൊക്കെ ഉണ്ടല്ലോ എന്ന മാതിരി ഇംകാൻ ഉണ്ട് എന്ന അർത്ഥനയില് മുഹാലല്ല എന്ന അർത്ഥത്തിലേക്കാണ് നമ്മൾ ഇംകാൻ എന്ന് പറഞ്ഞത്. അതും വിചാരിച്ചു കാണ്ട് ഇവിടെ ഉറപ്പിട്ടൂലെന്നൊന്നും വരില്ല.